J7 ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജെയിംസ് റോഡ്രിഗസ്, കൊളംബിയൻ ഇന്റർനാഷണൽ അവരുടെ ക്യാപ്റ്റനും കൂടിയായ ജെയിംസ് റോഡ്രിഗസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2014 അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറി. അതിനുശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിൽ വരികയും ആഞ്ചലോട്ടിയുടെ കീഴിൽ വലിയൊരു സ്റ്റാറായി മാറുകയൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് എവർട്ടണിൽ പോയി, പിന്നെ ഖത്തറിൽ പോയി, പിന്നെ ലാസ്റ്റ് സാവോ പോളയിലൊക്കെ വന്ന് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ. അപ്പം നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്ലെയറെ പോലല്ലെന്ന് പുള്ളി തെളിയിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ് ഒരു പരിക്കോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ വന്ന ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് ഭയങ്കര കഠിനമായ ഒരു കാര്യമെന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. 16 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയൊക്കെയാണ് പീക്ക് അവരുടെ ഒരു കരിയർ എന്ന് നമ്മൾ കരുതുന്നത്. പക്ഷേ അതൊന്നും അല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ ജെയിംസ് റോഡ്രിഗസ് എല്ലാവർക്കും ഒരു മെസ്സേജും കൂടിയാണ് പുള്ളി തരുന്നത്. പ്രധാന ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഈദൻ ഹസാഡിൻ്റെ കരിയറും പെട്ടെന്നാണ് ഇല്ലാതായത്. അതുപോലൊന്നും അല്ല. ഒരു മനുഷ്യനെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ, എത്രത്തോളം കഠിനാധ്വാനം ചെയ്താൽ നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് വരാമെന്ന് തെളിയിക്കുകയാണ്. പുതിയൊരു കരിയർ തന്നെ ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, ഇനിയും മുൻനിര ക്ലബ്ബുകൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് പിന്നെയും അദ്ദേഹത്തിന് തിരിച്ചു വിളി വരുമോ, അതോ അദ്ദേഹം സാവോപോളെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്കിനി നോക്കിക്കാണാം. എങ്കിലും 2024 മോസ്റ്റ് അസിസ്റ്റ് കൊടുത്ത വ്യക്തി എന്നുള്ള പട്ടികയിലാണ് അദ്ദേഹം. 5 കളിയിൽ നിന്ന് 6 അസിസ്റ്റും 1 ഗോൾ. അപ്പം എല്ലാവർക്കും ഒരു ഇൻസ്പയർ ആവേണ്ട ഒരു പ്ലെയറായിട്ട് തന്നെ ജെയിംസ് റോഡ്രിഗസ് ഇനിയും വരട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ കളി നമ്മൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാം.